ഹായ്, നമുക്കെല്ലാവർക്കും ഗാർലിക്കിൻ്റെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ അറിയാമല്ലേ. കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ഡൈജഷനും എല്ലാം ബെസ്റ്റാണ്, എല്ലാം നമുക്കറിയാം. പക്ഷേ ഗാർലിക്കിൻ്റെ ഈ വെളുത്തുള്ളിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ രൂക്ഷമായ ഒരു പങ്ക്ചൻ്റായിട്ടുള്ള സ്മെല്ലും ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാമെങ്കിൽ തന്നെ നമുക്കത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മളത് പരമാവധി അവോയ്ഡ് ചെയ്യും. പക്ഷേ അതേസമയം നമുക്ക് നല്ലൊരു ഗാർലിക് പിക്കിൾ കിട്ടിയാലോ, നല്ലതല്ലേ. പ്രത്യേകിച്ച് ഒരു ഹെവി ഫുഡിൻ്റെ കാര്യം പറയാൻ കാരണം ഇനി വരുന്നത് ക്രിസ്മസ് ദിവസങ്ങളാണല്ലേ. ക്രിസ്മസൊക്കെ അടുത്ത് വരുവാണ്. നമ്മുടെ ഡയറ്റിങ് എല്ലാം പൊളിയാൻ പോകുന്നൊരു സമയമാണ് ഇനി വരുന്നത്. ക്രിസ്മസ് ഡേയ്സ്, ന്യൂ ഇയർ ഒക്കെ. ക്രിസ്മസ് പാർട്ടീസും ന്യൂ ഇയർ പാർട്ടീസൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഗ്യാതറിങ്സ് ഉണ്ടാവും. അപ്പോൾ കൂടുതലും നമ്മൾ അല്പം നോൺ വെജും അതുപോലെ തന്നെ ബിരിയാണി ഇതുപോലെ ഹെവി ഫുഡായിരിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു ഗാർലിക് പിക്കിൾ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഡൈജഷന് ഒക്കെ അത് നല്ലതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഗാർലിക് പിക്കിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് മെഷറിംഗ് കപ്പിൽ ഞാനൊരു 1 കപ്പ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ഗാർലിക്ക്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചിയും നിറയെ കറിവേപ്പിലയും വേണം. ഇഞ്ചിയും കറിവേപ്പിലയും നല്ലതായിട്ട് തിന്നായിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ നല്ലെണ്ണ, ഒരു 1/4 കപ്പ് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഈ വെളുത്തുള്ളി ഗാർലിക് അതിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതിയാവും. ഒത്തിരി അങ്ങ് ബ്രൗണൊന്നും ആവണ്ട, എന്നാലും ഒന്ന് ചെറുതായിട്ട് ഇത് കണ്ട കളറൊക്കെ ഒന്ന് മാറി വരും. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ നാൾ ഈ അച്ചാർ കേട് കൂടാതിരിക്കും. ഓക്കെ, ഇതിങ്ങനെ സോട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ പൊട്ടിച്ച ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഇഞ്ചി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ, തിന്നായിട്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ. പിന്നെ അടുത്തത് മിക്സ് ചെയ്യരുത്, ഒരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഓക്കെ, ഇതിട്ടൊന്ന് മൂത്ത ശേഷം നമ്മൾ നേരത്തെ ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെച്ച വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. പൊടികൾ ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഈ എല്ലാ സ്പൈസസിൻ്റെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മധുരം ചേർക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി തണുത്ത ശേഷം നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. ഈ ഒരു പിക്കിള് ബിരിയാണിയുടെ കൂടെ മാത്രമൊന്നുമല്ല കേട്ടോ, ചോറും തൈരും കുറച്ച് ചമ്മന്തിയും പിന്നെ ഈ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തിയുമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.